യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ലെങ്കിൽ ഇത്ര മസില പിടിക്കേണ്ട ആവശ്യം എന്താ ആ കോന്തപ്പല്ലിക്ക് വേണ്ടി? ഏട്ടത്തിക്ക് വിഷം കൊടുത്തതും ബോംബ് വെച്ചതുമെല്ലാം ഗിരിജ തന്നെയാ. ഒരു സംശയവും വേണ്ട. നിർത്ത്. എല്ലാവരോടുമായിട്ടാ ഞാൻ പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു സംസാരവും തർക്കവും ഒന്നും ഇവിടെ വേണ്ട. മുത്തശ്ശി ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവളുടെ കഴുത്തിൽ താലി വീണ നിമിഷം തന്നെ സുമംഗലാപച്ചി ആശുപത്രിയിലായില്ലേ? അത് അപശകുനം തന്നെയാ. ആദ്യ അച്ഛനും അമ്മയും വണ്ടി ഇടിച്ചു തീർന്നു. അവൾ ഒരു ശാപം കിട്ടിയ ജന്മം തന്നെയാ. അവൾ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കേറിയതോടെ ഈ തറവാട് തന്നെ മുടിഞ്ഞു. നിന്നോടൊക്കെ അല്ലേ ഈ സംസാരം അവസാനിപ്പിക്കാൻ പറഞ്ഞത്? നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ വീടിന്റെ ഐശ്വര്യം തന്നെയാ. എനിക്കും സുമംഗലയ്ക്കും കിട്ടിയ ഭാഗ്യം തന്നെയാ ദർശന. എല്ലാത്തിലും ഉപരി എന്റെ രൂപേഷ് മോന്റെ ജീവിതം ഇനി നീയൊക്കെ നോക്കിക്കോ. ഈ വീടിന്റെ അപശകനം അല്ല ദർശന, ഈ വീടിന്റെ നെയ്വിളക്കാവള്. എന്നാ പിന്നെ അവളെ പിടിച്ച് മടിയിലിരുത്തിക്കോ. വേണമെങ്കിൽ ഒരു പാട്ട് കൂടെ പാടിക്കൊടുക്ക്. മുത്തശ്ശി, സമാധാനിക്ക്. ഇവളുമാരൊന്നും വിചാരിച്ച ഒരു ചുക്കും സംഭവിക്കില്ല. ഏട്ടത്തിയോടൊപ്പം ഞാനുണ്ട്. മുത്തശ്ശി പറഞ്ഞതുപോലെ ദർശന രൂപേഷിനെ മാറ്റിയെടുക്കും. എനിക്കുറപ്പാ. ഞാനുണ്ട് കൂടെ. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നോ? അവിടെ ഗീതമ്മയുടെ ഇരിപ്പുണ്ട്. വരുന്നവരും പോകുന്നവരും എല്ലാം എന്തോ അതിശയിച്ച് നോക്കുന്ന പോലെ. കാണുന്നവര് എന്നെ തുറച്ചു നോക്കുക. എനിക്കൊരുമാതിരി എന്തോ പോലെ തോന്നി. ഇവിടെ ആവുമ്പോ ഒരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ മുറി തരാന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, അവിടെ പോയി ഇരുന്നൂടായിരുന്നോ? വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. പന്തലിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ. നീ ഇപ്പോഴാണോ കാണുന്നേ? ആണെന്നേ, ഡേ ഡ്യൂട്ടിക്ക് നീ ഇല്ലായിരുന്നല്ലോ. ICUവിൽ കിടക്കുന്ന സ്ത്രീയുടെ മകനും ഭാര്യയോ മണ്ഡപത്തിൽ കുഴഞ്ഞു വീണ് കൊണ്ടുവന്നതാ. പെണ്ണിന്റെ കഴുത്തിൽ പൊന്നു കണ്ടാ മനസ്സിലാവും. ചെറുക്കന്റെ കഴുത്തിൽ കണ്ടോ? അതുപോലെ തന്നെ ഉണ്ട്. അതറിയില്ലേ? അവൻ ആള് കോടീശ്വരന്. ഇവളെ കണ്ടിട്ട് പ്രേമിച്ച് കെട്ടിയതാ. കാശുകാരനെ നോക്കി വേണം പ്രേമിക്കാൻ. ദേ ഇതുപോലെ. എന്തൊക്കെ പറഞ്ഞാലും ദർശൻ ഒരു ഭാഗ്യം കെട്ടവളാ. കഴുത്തില് താലി വീണപ്പോ തന്നെ കണ്ടില്ലേ? കെട്ടിയ ചെക്കന്റെ അമ്മ ICUവില്. അവര് ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിലേ എന്ത് പറയും? കെട്ടിയപ്പോ തന്നെ അപ്പച്ചി അങ്ങ് വീണു. ഇനി ആരൊക്കെ വീഴുന്നു ആർക്കറിയാം? എന്റെ ദൈവമേ, ആ ദർശന അവളാ ഇതിനെല്ലാം കാരണം. അതുകൊള്ളാം. എല്ലാവരും കൂടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എല്ലാം കൂടി ആ ദർശനയുടെ പിടലിക്ക് വെച്ച് കിട്ടുകയാണോ? എന്തെല്ലാം ആയിരുന്നു ഗിരിജ മാഡത്തിന്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം എവിടെ പോയി? ടൈം ബോംബ്, ആസിഡ് ബൾബ്. ഇനി ഏട്ടത്തിക്കാരെങ്കിലും വിഷം കൊടുത്താണെങ്കിലോ? എനിക്ക് സംശയമുണ്ട്. കല്യാണം തീരുമാനിച്ചപ്പോ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? പെണ്ണിന്റെ അമ്മാവനെ തട്ടിക്കൊണ്ടുപോയില്ലേ? ഒടുവിൽ ചെറുക്കനെ തന്നെ തട്ടിക്കൊണ്ടുപോയി. എല്ലാത്തിനും പിന്നിൽ ഏതോ വെളുത്ത കരങ്ങളാ. അവള് പാചകം ചെയ്യട്ടെ. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയതുമായി അവളെ ഏട്ടത്തിയുടെ അടുത്ത് ചെല്ലട്ടെ. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴാണോ കല്യാണം കഴിഞ്ഞേ? ഇതൊന്നും അഴിച്ചു വെക്കാറായില്ലേ? ഇല്ലടി, വിഷം കഴിച്ച് ICUവിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ മോനാ.
ദേ, ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അമ്മ വിഷം കഴിച്ചിട്ടൊന്നുമില്ല. ദർശനെ, ഇത് കേൾക്കുന്നില്ലേ? അത് അവരാള് മാറി പറഞ്ഞതാവും. നിങ്ങൾ പോയിക്കോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. ഏട്ടത്തിയോടൊപ്പം വീട്ടിലേക്ക് പോകുന്ന അവര് വാശി പിടിച്ചാ ഞാൻ പിന്നെ എന്തു ചെയ്യും? പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു. മുത്തശ്ശിയും അവരെ വിളിച്ച് സംസാരിച്ചു. എന്നോടും മുത്തശ്ശി പറഞ്ഞു അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. രാഹുകാലം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, ഇന്നാ ചടങ്ങ് നടക്കണമെന്നാ മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശി പറഞ്ഞിട്ട് പോലും അവര് കേൾക്കുന്നില്ല. അതുമല്ല, ഇപ്പൊ രണ്ടുപേരും മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുക. ഏട്ടത്തിക്ക് സുഖമായ ശേഷമേ ആഹാരം പോലും കഴിക്കൂന്ന്. അയ്യോ, അതൊന്നും പറ്റൂല. എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും ട്രിപ്പൊക്കെ എടുത്തോണ്ടിരിക്കല്ലേ. എത്ര കുപ്പി ബ്ലഡാ കയറ്റിയെന്നറിയോ? ഇതൊക്കെ ഉള്ളിൽ ചെന്നതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. സിസ്റ്ററോട് ചോദിച്ചു നോക്ക്. അല്പം കഴിഞ്ഞാ എന്നെ റൂമിലേക്ക് മാറ്റാന്ന ഡോക്ടർ പറഞ്ഞത്. ഭേദമായില്ലെങ്കിൽ റൂമിലേക്ക് മാറ്റുമോ? ഗീതമെന്ന അവരെ ഒന്ന് വിളിക്ക്. ഞാൻ പറയാം അവരോട്. അവിടെ ഇന്ന് ആരും സദ്യ പോലും കഴിച്ചില്ലല്ലോ. സ്വന്തം കല്യാണത്തിന് കല്യാണ സാരിയൊക്കെ മാറ്റി വേറെ ഡ്രസ് ഇട്ട് ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണേണ്ടവരല്ലേ അവര്. ഞാനൊന്ന് വീണപ്പോ കല്യാണ ചടങ്ങുകളെല്ലാം തെറ്റിച്ചു അല്ലേ. വലിയ കാരണവര് ചമഞ്ഞ് യതിയും പവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാരും എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടായിരിക്കാം എല്ലാം ഇട്ടെറിഞ്ഞിങ്ങി പോകുന്നത്. ഇവിടെ വന്ന് കഴിച്ചുകൂടായിരുന്നോ? ഇവിടെ ക്യാൻറ്റീനൊക്കെ ഉള്ളതല്ലേ. ഗീതമ്മ, അവരെ ഒന്ന് ഇങ്ങോട്ട് വിളിക്ക, ഞാൻ സംസാരിക്കാം. മക്കളെ, എന്താ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാത്തത്? അമ്മ ഒരു വ്രതവും പറഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ വാശി പിടിച്ചിരുന്നോണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. അമ്മയ്ക്ക് മാത്രമല്ല വാശി, ഞങ്ങൾക്കും ഉണ്ട്. അപ്പച്ചി അമ്മയോട് വന്ന് ഞങ്ങൾ കഴിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. എതിച്ചിട്ടപ്പം കൊണ്ടുവന്ന വെള്ളം പോലും അപ്പച്ചി കഴിച്ചിട്ടില്ല. മാഡം, ഞങ്ങൾ കഴിച്ചോളാം. മാഡം വിഷമിക്കണ്ട. അതെ, ഡോക്ടർ റൗണ്ട്സിന് വരെ സമയമായി. ഒന്ന് പുറത്തിറങ്ങി നിൽക്കുവോ? നിങ്ങൾക്ക് വേണ്ടി റൂം പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയിരിക്കാം. മോനെ, മോനെ. കൊച്ചുമുതലാളി വാ. അമ്മേ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നേ? എല്ലാരും കണ്ടായിപ്പോ അമ്മയുടെ മേത്ത് ചാടി വീഴും. അമ്മ, നമ്മളിപ്പോ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്കിവിടെ തിരിച്ചു പോവാം. ഞാനും അച്ഛനും പറഞ്ഞത് കേൾക്കാതെ അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അമ്മയ്ക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലീസ് കേസ് വരെ എത്തി. എടി മോളെ, മത്സരത്തിൽ ഒരാൾ തോറ്റു എന്ന് വിചാരിക്കും. ജയം ആഘോഷിക്കാനല്ല നമ്മൾ പോകേണ്ടത്. തോറ്റവരുടെ അടുത്ത് ചെന്ന് തോറ്റേന്ന് കളിയാക്കും. ഇപ്പൊ ഒരു മുടന്തൻ നമ്മുടെ മുന്നിൽ വരുന്നു എന്ന് വിചാരിച്ചു. അവനിനി എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ ആ മുടന്തിനെ പറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ജനിച്ചപ്പോഴേ കാലം ഇങ്ങനെയായിരുന്നോ,
ആരെങ്കിലും മുടന്താന്ന് നേരിട്ട് വിളിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കണം. എന്റെ 4 പ്ലാനുകളും പരാജയപ്പെട്ടു.